സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് BCOC 133-ൻ്റെ സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ആണ്. എന്താണ് ഓഫർ, എന്താണ് ആക്സെപ്റ്റൻസ് എന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എക്സ്പ്ലെയിൻ ദ ഫോളോവിങ് ടേംസ് വിത്ത് എക്സാമ്പിൾസ്. ക്രോസ് ഓഫർ എന്താണ്, കൗണ്ടർ ഓഫർ എന്താണ്, ജനറൽ ഓഫർ എന്താണ്, ഇംപ്ലൈഡ് ഓഫർ എന്താണ്, ഇൻവിറ്റേഷൻ ഓഫർ എന്താണ്, സ്റ്റാൻഡിംഗ് ഓഫർ എന്താണ്, എക്സ്പ്രസ് ഓഫർ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. When two parties make identical offers to each other in ignorance of each other's offer, the offers are cross offers. അതായത് രണ്ട് പാർട്ടീസ്, ക്രോസ് ഓഫർ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. രണ്ട് പാർട്ടീസും ഐഡൻറ്റിക്കൽ ഓഫേഴ്സ്, പരസ്പരം ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഓഫേഴ്സ് വെച്ചു. രണ്ടുപേരും പരസ്പരം ഇഗ്നോറൻസിന് വേണ്ടിയിട്ടാണ് ഓഫർ വെച്ചത്. ദ ഓഫേഴ്സ് ആർ ക്രോസ് ഓഫേഴ്സ്. അങ്ങനെയുള്ള ക്രോസ് ഓഫേഴ്സ്, രണ്ടുപേരും ഒരേപോലെയുള്ള ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഓഫേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓഫറിൻ്റെ പേരാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. അടുത്തത് കൗണ്ടർ ഓഫറാണ്. കൗണ്ടർ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്കിംഗ് എ ഫ്രഷ് ഓഫർ ഇൻസ്റ്റെഡ് ഓഫ് ആക്സെപ്റ്റിംഗ് ദ ഒറിജിനൽ ഓഫർ. ഒറിജിനൽ ആയിട്ടുള്ള ഓഫറിന് പകരം ഒരു ഫ്രഷ് ആയിട്ടുള്ള ഓഫർ വെക്കുന്നതിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാളൊരു ഓഫർ ഇട്ടു, പക്ഷെ ആ ഓഫർ അല്ല, അതിന് പകരം വേറൊരു ഓഫർ പറഞ്ഞിട്ട് ആ ഒരു ഓഫർ വെക്കുന്നതിനെയാണ്, ആ ഒരു ഓഫറിന്റെ കൗണ്ടർ ആയിട്ടൊരു ഓഫർ വെക്കുന്നതിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ജനറൽ ഓഫർ ആണ്. ജനറൽ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഓഫർ ദിസ് ഇസ് മെയ്ഡ് ടു definite person, but to the world, the large or public in general, it is called general offer. ഇപ്പോൾ ഒരു ഓഫർ ഒരു പേഴ്സണെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാവരുത്. ബട്ട് ദ വേർഡ് ലാർജ് പബ്ലിക് ജനറലിൻ്റെ പോലെ ഉള്ള ഓഫർ വെച്ചിട്ടുണ്ടെങ്കിലാണ് ജനറൽ ഓഫർ എന്ന് പറയുന്നത്. ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നത് വിച്ച് ഈസ് നോട്ട് ബൈ മെയ്ഡ് ബൈ വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടൺ. സ്പോക്കൺ ആയിട്ടോ വാക്കാലോ എഴുതിയിട്ടോ പറഞ്ഞിട്ട് വെക്കുന്ന ഓഫർ അല്ല. ഇറ്റ് ഈസ് ആൻ ഇംപ്ലൈഡ് ഓഫർ, one which is informed from the conduct of a person or circumstances of the particular case. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ വെക്കുന്ന ഓഫറിനെയാണ് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത അത് സ്പോക്കണും അല്ല റിട്ടണും അല്ല. പിന്നെ ഇൻവിറ്റേഷൻ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവിറ്റേഷൻ ടു റിസീവ് ആൻ ഓഫർ ഓർ മേക്ക് ഓൺ ഓഫർ ടു നെഗോഷിയേറ്റ്. അതായത് ഒരു ഓഫറിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു നെഗോഷിയേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ചോദിച്ചിട്ട് പൈസ കുറക്കുമല്ലോ, അതിനെയാണ് നെഗോഷിയേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ് ഇൻവിറ്റേഷൻ ഓഫർ എന്ന് പറയുന്നത്. സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫർ മേ ബി കണ്ടിന്യൂസ് നേച്ചർ. ചില ഓഫർ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഓഫർ വെക്കുവാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എങ്ങനെയാണ്, എന്തെങ്കിലും ഇപ്പോൾ സ്വർണത്തിൻ്റെ പ്രൈസ് ഇപ്പോൾ ഒരാൾ പറഞ്ഞു സ്വർണത്തിൻ്റെ പ്രൈസ് എത്രയാണോ ഇപ്പോൾ ഒരു 60,000 മുകളിൽ കടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഇന്ന കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓഫർ വെച്ചു എന്ന് വെക്കാം. പക്ഷേ ആ ഒരു ഓഫർ വെച്ചതിന് ശേഷം 60,000 മുകളിൽ പോയിട്ടില്ല സ്വർണത്തിന്. അപ്പം അതൊരു സ്റ്റാൻഡിങ് ഓഫറാണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഓഫറാണ്. അതെപ്പോഴാണ് എൻ്റെ ആ ഒരു സമയം കഴിയുമ്പോഴാണ്. അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള, അപ്പം അത് കിട്ടുന്നത് ആ ഒരു ടൈം ആവുന്നത് വരെ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓഫറാണ്. when the offer is made by words spoken or written in terms and express. അതായത് ഒരു ഓഫർ അത് വേർഡ്സാലോ വാക്കാലോ സ്പോക്കണാലോ പറഞ്ഞാലോ റിട്ടൺ ആയിട്ടോ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് എക്സ്പ്രസ് ഓഫർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ഓഫർ ലാസ്റ്റിലെത്താന്ന്, എങ്ങനെയാണ് when does an offer comes to an end, എങ്ങനെയാണ് ലാസ്റ്റിലെത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ come to end by revocation or lapse
ഓർ റിജക്ഷൻ. ഇപ്പോൾ ഒരു ഓഫറും ആക്സെപ്റ്റൻസ് അല്ലാതെ ഒരു ലാസ്റ്റിൽ എത്തുന്നത് ഒന്നെങ്കിൽ അത് അലസമായി പോവുക, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുക. ഇതാണ് ഈ രണ്ട് കേസിലാണ് ഒരു ഓഫർ എൻഡ് ചെയ്യുക. ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ഓഫർ എൻഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ് ആക്സെപ്റ്റൻസ്? ഇപ്പം നമ്മൾ ഓഫർ എന്താണെന്നാണ് പഠിച്ചത്. എങ്ങനെയാണ് ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യുക? ഹൗ ക്യാൻ ആൻ ഓഫർ ബി ആക്സെപ്റ്റഡ്? ഹൂ ക്യാൻ ആക്സെപ്റ്റ് ആൻ ഓഫർ? ആർക്കാണ് ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക? എന്താണ് ഓഫർ? എന്താണ് ആക്സെപ്റ്റൻസ്? ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് acceptance എന്താണ്? acceptance is an expression by the offeree of his willingness to be bound by terms of the offer. ഓഫറും അതിൻ്റെ ടേംസും അംഗീകരിക്കാൻ വില്ലിങ് ആയി, ആ ഒരു ഓഫർ വില്ലിങ് ആയി എന്നുള്ളത് എക്സ്പ്രഷൻ കൊണ്ടോ ആക്സെപ്റ്റൻസ് കൊണ്ടോ പറയുന്നതിനെയാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, when the person to whom the proposal is made signifies his assent thereto, the proposal is said to be accepted. A proposal when accepted become a promise. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. ഹൂ ക്യാൻ ആക്സെപ്റ്റ്? ആർക്കൊക്കെ അത് ആക്സെപ്റ്റ് ചെയ്യാം? ബൈ എ പേഴ്സൺ ഓർ പേഴ്സൺ ഹൂം ഇറ്റ്സ് മെയ്ഡ്. ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ ഓഫർ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കല്ലാതെ വേറെ ആർക്ക് വേണമെങ്കിലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ല ഹൗ ദ ആക്സെപ്റ്റൻസ് മെയ്ഡ്? എങ്ങനെയാണ് ആക്സെപ്റ്റൻസ് മെയ്ഡ് ചെയ്യുക? വെൻ ദ ആക്സെപ്റ്റൻസ് ഗിവൺ ബൈ വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടൺ ഈസ് കോൾഡ് എക്സ്പ്രസ് ആക്സെപ്റ്റൻസ്. ഒരു ആക്സെപ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു സ്പോക്കണാലോ വേർഡ്സ് സ്പോക്കൺ ചെയ്തിട്ടോ റിട്ടൺ ആയിട്ടോ ആണ് നമ്മൾ ഒരു ആക്സെപ്റ്റൻസ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി അടുത്ത ക്വസ്റ്റ്യന് വരുന്നത് എന്താണ് പ്രപ്പോസൽ എന്നുള്ളതാണ്. ഒരു പ്രപ്പോസൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എ വാലിഡ് കോൺട്രാക്ട് ദാറ്റ് ബി ലോഫുൾ ഓഫർ. ഒരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിന് ഒരു നിയമപരമായി അംഗീകരിച്ചിട്ടുള്ള ഒരു ഓഫർ ഉണ്ടാവും. ആൻഡ് ദ ലോഫുൾ ആക്സെപ്റ്റൻസ് ഉണ്ടാവും ആ ഒരു ഓഫറിന്. ഇങ്ങനെയുള്ള ഓഫറിനെയാണ് പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഒരു നിയമപരമായിട്ടുള്ള ഓഫറിനെയാണ് പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഒരു പ്രപ്പോസലിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ പറയുന്നത്. എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് ഓഫർ ഓർ വാലിഡ് പ്രപ്പോസലിന് എന്തൊക്കെയാണുള്ളത്? ഡിഫൈൻസ് ദ ടേം പ്രപ്പോസൽസ്. ഒരു പ്രപ്പോസല് എന്താണ്? ഡിഫൈൻ ചെയ്യണം. എന്തിനൊക്കെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് മസ്റ്റ് ബി ആൻ എക്സ്പ്രഷൻ ഓർ റീഡിനെസ് ഓർ വില്ലിങ്നെസ് ടു ഡു ടു അബ്സ്ട്രെയിൻ ഫ്രം ഡൂയിങ് സംതിങ്. അതായത് ആ ഒരു ഓഫർ കൊടുത്തിട്ടുള്ള ആ ഒരു കാര്യത്തിന് വില്ലിങ് ആയിരിക്കണം. പിന്നെ ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ടു അനദർ പേഴ്സൺ. അപ്പോൾ ഓഫർ കൊടുത്തിട്ടുള്ളതല്ലാത്ത മറ്റൊരാളാണ് ഈ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റൈൻ the assent of that other person to such act or abstinence. ഇതാണ് ഓഫറിൻ്റെ പ്രപ്പോസലിൻ്റെ എസെൻഷ്യൽസ് വരുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, explain briefly by law relating to communication of offer and acceptance. Revocable. Is there any limit or time after which an offer can be revoked? Revoked എന്ന് പറഞ്ഞാൽ എന്താണ്?
എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസാധുവാക്കുകയാണ് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഒരു ലോ റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് റിവോക്കബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസ് ദർ എനി ലിമിറ്റ് ഓഫ് ടൈം ആഫ്റ്റർ വിച്ച് ആൻ ഓഫർ കനോട്ട് ബി റിവോക്ക്ഡ്? ഒരു ഓഫർ അസാധുവാക്കാനുള്ള എന്തെങ്കിലും ടൈമോ കാര്യങ്ങളോ ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആക്സെപ്റ്റൻസ് ആൻഡ് റിവോക്കേഷൻ, ഒരു ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസിന് അതിൻ്റെ റിവോക്കേഷൻ, അതിൻ്റെ വിഡ്രോവൽ, അതിൻ്റെ അസാധുവാക്കൽ അത് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. അത് ഓഫറും ആക്സെപ്റ്റൻസ് ചെയ്യുന്ന ആൾ രണ്ട് പാർട്ടീസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം? ത്രൂ mode of communication of offer, it acceptance and their revocation respectively are deemed by act omission of the party of offering. അതായത് രണ്ട് ഓഫർ ചെയ്തിട്ടുള്ള റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പാർട്ടീസിനോട് ഈ രണ്ട് പേരോടും ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വാട്ട് ഡു യു മീൻ ബൈ കോൺട്രാക്ട് ഓവർ ടെലഫോൺ? ടെലഫോണിൻ്റെ ത്രൂ ഉള്ള ഒരു കോൺട്രാക്ട് എന്താണ് മീൻ ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെ കോൺട്രാക്ട് ഓവർ ടെലഫോൺ, ടെലക്സ് ഓർ ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കാലുള്ള സംസാരത്തിൽ എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മോഡേൺ ബിസിനസ് മോസ്റ്റ്ലി ഡൺ ത്രൂ ടെലഫോൺ ഓർ ടെലക്സ് എ കോൺട്രാക്ട് ടെലഫോൺ. അപ്പോൾ മോഡേൺ ആയിട്ടുള്ള ഈ ഒരു ഇറയിൽ നമ്മൾ മോഡേൺ ബിസിനസ്സിൽ നമ്മൾ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ, ടെലിഫോൺ അഗ്രിമെൻ്റ് ആണ് വെക്കുന്നത്. ഇങ്ങനെയുള്ള കേസിൽ ഫേസ് ടു ഫേസ് ആയിട്ട് അവർ ഇൻട്രാക്ഷൻ നടത്തുന്നില്ല. ബട്ട് അപ്പോൾ ഓഫർ ചെയ്യുന്ന ആളും ആക്സെപ്റ്റ് ചെയ്യുന്ന ആളും പ്രോപ്പർലി റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസ് ഇപ്പം ഈ ഒരു ഇതിൽ പോപ്പുലറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കതിന് എന്തെങ്കിലും എക്സാമ്പിളൊക്കെ കൊടുത്താൽ മതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ.